ഒരാൾ എത്ര കിലോ വാട്ടാണ് സോളാർ വെക്കേണ്ടത്? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എത്ര യൂണിറ്റാണ് KSEBിയുടെ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിലെ ഉപകരണ എണ്ണം കൂടുന്നതിന്, ഉപകരണ ഉപയോഗം കൂടുന്നതനുസരിച്ചായിരിക്കും. പല ആളുകളും ചോദിക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ 4 AC ഉണ്ട്, അപ്പോൾ എനിക്ക് എത്ര കിലോ വാട്ട് സോളാർ വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതല്ല ഇതിൻ്റെ കണക്ക്. നിങ്ങളൊരു മാസത്തിൽ KSEBിയുടെ കറണ്ട് എത്ര യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്, അത്ര തന്നെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പ്ലാന്റ് നിങ്ങളെ വീട്ടിൽ വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ലോജിക്ക്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പ മെത്തേഡ് ഉണ്ട്. നിങ്ങളുടെ KSEB ബില്ല് എടുത്ത് കഴിഞ്ഞാൽ അതിനടുത്ത് നിങ്ങൾക്ക് ആവറേജ് നിങ്ങൾ കൺസപ്ഷൻ യൂണിറ്റ് കാണാൻ പറ്റും. കഴിഞ്ഞ മാസത്തെ റീഡിങ്ങും ഈ മാസത്തെ റീഡിങ്ങും ഉണ്ടാവും. അതുകൂടാതെ ആവറേജ് കൺസപ്ഷൻ ഉണ്ടാകും. ഈ ആവറേജ് കൺസപ്ഷനെ നിങ്ങൾക്ക് 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത് എങ്കിൽ 240 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഉദാഹരണം, നിങ്ങൾക്ക് 2 മാസം കൂടുമ്പോൾ 600 യൂണിറ്റാണ് നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരുന്നത് എങ്കിൽ അതിന് നിങ്ങൾ 240 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 എന്ന് കിട്ടും. അതായത് നിങ്ങൾ 2.5 കിലോ വാട്ട് വെച്ചാൽ മതി. അതായത് നിങ്ങളുടെ ആവറേജ് കൺസപ്ഷൻ യൂണിറ്റിനെ നിങ്ങൾ 240 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് അത്ര കിലോ വാട്ടാണ് ചെയ്യേണ്ടി വരിക. ഇനി അതല്ല, മാസം കറണ്ട് ബില്ല് വരുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളൊരു മാസം എത്ര യൂണിറ്റാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ 120 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിലോ വാട്ടാണെന്നുള്ളത് കിട്ടും. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, 1 കിലോ വാട്ട് സോളാർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 4 യൂണിറ്റാണ് പെർ ഡേ കിട്ടുക. എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ നമുക്ക് 5 പ്രൊഡക്ഷൻ ഉണ്ടാകും. ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത് ആവറേജ് കണക്കാണ്. ഒരു വർഷത്തിൽ നമ്മൾ പ്രൊഡക്ഷൻ എടുത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കാൽക്കുലേഷനാണ്. നമുക്ക് നല്ല രീതിയിൽ വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ഒരു ദിവസത്തെ 1 കിലോ വാട്ടിൻ്റെ പ്രൊഡക്ഷൻ 5-6 യൂണിറ്റൊക്കെ ആവാറുണ്ട്. പക്ഷേ നമ്മളൊരു ആവറേജ് കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് ഒരു യൂണിറ്റിൽ ഒരു ദിവസം പ്രൊഡക്ഷൻ നമ്മൾ 4 യൂണിറ്റായിട്ട് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 10 യൂണിറ്റ് ആവശ്യമുള്ള ഒരാൾക്ക് ഏകദേശം 2.5 കിലോ വാട്ട് ചെയ്താൽ മതിയാകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത്.